ഇതാണ് നമ്മുടെ ആട്ടുകാൽ കിഴങ്ങ്. ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. കോതമറയിൽ നിന്ന് കണ്ണമ്പടിക്ക് പോകുന്ന വഴിയാണത്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ വെള്ളച്ചാട്ടമാണ് തോന്നുന്നു അല്ലേ ഏട്ടാ? മേളത്തെ ഇതല്ലേ? നമുക്ക് താഴെ പോയി നിന്നിട്ട് ബാക്കി വിഷ്വൽസ് താഴെ പോയി നിന്ന് നമുക്ക് എടുക്കുന്നതായിരിക്കും. നമ്മളെ പ്രമോദവാൻ ഇറങ്ങി വരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എടാ ഇതിലെ ഈ സൈഡിൽ കൂടെ ഉണ്ടാവും. കണ്ണമ്പടിയുടെ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണിത് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറ വെച്ച് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതായത് വാറയുടെ മണ്ടല്ല, അങ്ങോട്ട് പോകാൻ ഇച്ചിരി റിസ്കി ടാസ്ക്കാണ്. സുഹൃത്തുക്കളെ, ഇതാണ് മഷിപ്പച്ച എന്ന് പറയുന്നത്. ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയപ്പെടുന്ന സാധനം ഇതാണ്. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ ആട്ടുകാൽ കിഴങ്ങെന്ന് പറയും. ഒരുപാട് സ്ഥലങ്ങളിൽ എപ്പോഴും കാണാൻ കിട്ടുന്നൊരു സാധനമാണിത്. പണ്ട് നമ്മുടെ സ്ലേറ്റ് നമ്മുടെ പണ്ട് സ്ലേറ്റുകളിൽ മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണിത് ശരിക്കും. ഇതുകൊണ്ടോ, ഇത് വെട്ടി വൃത്തിയാക്കി എടുക്കണം. വേണ്ട ഈ ഇലയെല്ലാം മാറ്റി കഴിയുമ്പോൾ കിട്ടുന്ന സാധനമാണ്. ഇതാണ് ആ സാധനം. ഇതുകൊണ്ടോ, ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. ഇതല്ലേ സാധനം? ഞാൻ ഇങ്ങോട്ട് കാണിച്ചേ. ഇത് നമ്മുടെ പണ്ട് നമ്മുടെ സ്ലേറ്റിലൊക്കെ ഉപയോഗിക്കുമല്ലോ, മഷിപ്പച്ച, അതായത് മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ സാധനമാണിത്. ഇവിടെ മുഴുവൻ എന്താണ് നമ്മൾ പറഞ്ഞ അതായത് ചെത്തി വൃത്തിയാക്കി കഴിയുമ്പം മഷിപ്പച്ച ഇല്ലെങ്കിൽ അണ്ണാൻ പച്ച എന്നും പറയും. വൃത്തിയാക്കി കഴിയുമ്പോൾ ആട്ടുകാൽ കിഴങ്ങ് ഇത്രയും വൃത്തിയാക്കി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇത് തമിഴ്നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ കയറ്റി വിടുന്നത്. വേമാരിയല്ല, വേറെ ഏതാ സ്ഥലം? അടിപൊളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടം. അതായത് കണ്ണമ്പടിയുടെ മുകളിലത്തെ സ്റ്റോപ്പിൽ നമ്മൾ അകത്തോട്ട് കയറി ചെല്ലണം, എന്നാലേ ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വരെ എത്തുക എന്ന് പറയുന്നത് ഇത് കൂടാതെ ദൂരെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു. രണ്ട് വെള്ളച്ചാട്ടമുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ വെള്ളച്ചാട്ടമാണ്. അവിടെ വലിയ തുരങ്കം പോലെ അകത്തോട്ട് പോവുകയാണ്. ഇതാണ് കോതമാറ വാട്ടർഫാൾ. അടിപൊളി ലൊക്കേഷനാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ബാക്ക് ക്യാമറ എടുത്ത് കാണിക്കാൻ നല്ല മഴയാണ്. സെറ്റപ്പ്. മൊബൈൽ കട ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഫോണിന് കടയിൽ പോകുന്നത്. ഈ മഴയത്ത് വരാൻ വേണ്ടി വല്ല പട്ട മഴ എന്ന് പറഞ്ഞാൽ കട്ട മഴ. അതുകൊണ്ടോ വെള്ളമൊക്കെ കൂടിയതായിരിക്കും നമ്മൾ വന്നതിനെക്കാട്ടിലും. കൂടെ
ഇതാണ് ശരിക്കും കണ്ണമ്പടി വെള്ളച്ചാട്ടം. നമ്മളിവിടെ കുറച്ച് സമയം സ്പെൻഡ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മുകളിൽ, അതായത് ഈ കണ്ണമ്പടിയുടെ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് നടക്കാൻ തുടങ്ങി. ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതാണ് കണ്ണമ്പടി വാട്ടർഫാൾസ്. നമ്മൾ ഈ കാണുന്നത് വെള്ളച്ചാട്ടമാണ് കണ്ണമ്പടിയുടെ ഏറ്റവും ടോപ്പ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതായത് കണ്ണമ്പടി വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഏറ്റവും വലിയ ടോപ്പ്, ഏറ്റവും മുകളിലെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതിമനോഹരമാണ്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇവിടെയൊക്കെ ഒന്ന് കയറിയത്. 2 പ്രാവശ്യം വീണു, കയ്യിലതുകൊണ്ട് തൊഴിലെല്ലാം മുറിഞ്ഞു. ഇത് കഷ്ടപ്പെട്ട് കയറി വന്നതാണ്. കണ്ണമ്പടിയുടെ ഏറ്റവും ടോപ്പ് വെള്ളച്ചാട്ടം നമുക്ക് നോക്കാം. ഈ വനത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇതുകൊണ്ടോ നമ്മുടെ പ്രമോദ് മോഹനല്ല എൻ്റെ ഇടയിൽ ഇപ്പോഴല്ല. വാടാ, എത്തിപ്പറ്റി.